ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വടയാണ്. നല്ല സോഫ്റ്റ് വടയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ സാമ്പാറും തയ്യാറാക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതുപോലെ. ഞാൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായി ഉഴുന്ന് കുറച്ചായിട്ട് ഉഴുന്ന് ചെറിയ ജാറിലാണ് ഉഴുന്ന് ചേർക്കേണ്ടത്. ഇന്നലെ തലേ ദിവസം വെച്ച ഐസ് വാട്ടറാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. ഐസ് വാട്ടർ ചേർത്താലേ ഇത് പൊങ്ങി വരുള്ളൂ. അതുകൊണ്ടാണ് ഐസ് വാട്ടർ കുറച്ച് ഒഴിക്കുന്നത്. അധികം വെള്ളം പാടില്ല. വടയായതുകൊണ്ട് അധികം വെള്ളം പാടില്ല. കുറച്ച് വെള്ളം ചേർക്കാനേ പാടുള്ളൂ. നല്ലതുപോലെ അരയ്ക്കണം. ഇതിൽ ബൗളിലേക്ക് അരച്ചത് ബൗളിലേക്ക് നല്ലതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബൗളിലേക്ക്. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ അരച്ച് ഇതിൽ ചേർക്കുക. ഒരു ഗ്ലാസ് ഉഴുന്ന് 3 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം വെള്ളം നല്ലതുപോലെ കളഞ്ഞ് ഐസ് വാട്ടർ ഇന്നലെ തലേ ദിവസം വെച്ച ഐസ് വാട്ടർ ചേർത്താണ് നമ്മൾ ഇത് അരയ്ക്കുന്നത്. എന്നാൽ അത് പൊന്തി വരുള്ളൂ. അതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നൈസ് ഇതിലേക്ക് ചേർക്കണം. അതിന് ശേഷം സബോള ഒരെണ്ണം നല്ലതുപോലെ ചെറുതാക്കി തുണ്ട് കളഞ്ഞ് നല്ലതുപോലെ ചെറുതാക്കി അരിയണം. എത്ര ചെറുതാക്കി അരിയാൻ പറ്റുന്നു അത്ര ചെറുതാക്കി അരിയണം. അതിന് ശേഷം ഉള്ളി അരിഞ്ഞതിന് ശേഷം ഒരു ചെറിയ അതുപോലെ തൊലി കളഞ്ഞ് ഭയങ്കര ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം. ഏറ്റവും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ നുറുക്കണം. അതിന് ശേഷം 4 പച്ചമുളക് ഏറ്റവും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇതിൽ ഇടണം. 4 പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് ഒരു 10-15 കുരുമുളക് വെറുതെ ചതച്ചിടണം. സവോള ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും ചെറുതാക്കി അരിഞ്ഞതും ഇതിൽ ചേർക്കുക. അതിന് ശേഷം 10-15-12 കുരുമുളക് പൊടിയരുത്, വെറുതെ ചതച്ച് അതിൽ ചേർക്കുക. അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മളൊരു കയ്യിലോണ്ട് ഇങ്ങനെ ഒരേ ദിശയിലേക്ക് ഇളക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ പാടില്ല. ഒരു ദിശയിലേക്ക് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ വീർക്കുള്ളൂ. ഒരേ ദിശയിലേക്ക് തന്നെ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇളക്കേണ്ടി വരും. നല്ലതുപോലെ യോജിച്ച് വരണം. ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കരുത്. എല്ലാ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അതുകൊണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ അതുപോലെ വീർത്ത് വരും. അതുകൊണ്ട് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കണം നിർബന്ധമായിട്ടും. അതുപോലെ തന്നെ ഐസ് വാട്ടർ വേണം ഇത് അരയ്ക്കുമ്പോൾ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. പാകത്തിന് ഉപ്പും ചേർത്ത്
നോക്കിയതിന് ശേഷം അത് കളഞ്ഞ ഒരു ദിശയിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് ഒരു ദിശയിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 അതിന് ശേഷം ഇളക്കിയതിന് ശേഷം അവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് വറുക്കാനായിട്ട് പോകണം. അങ്ങനെ അതിൽ എണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ നമ്മൾ ഒരുവിധം എണ്ണ വേണം. വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ഇത്ര വെളിച്ചെണ്ണ ഒഴിക്കുക. നല്ല അതിന് ശേഷം ഓരോ സ്പൂണായിട്ട് നമ്മൾ ഉഴുന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഇടണം. നല്ലതുപോലെ ചൂടാവണം, എന്നാലേ പൊങ്ങി വരുള്ളൂ. അതുകൊണ്ട് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഓരോ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇടാം. ഒരുവിധം നല്ലതായിട്ട് മൊരിയുമ്പോൾ തന്നെ അതിൽ നിന്നും വിട്ടുപോരും. ഇത് ഓരോന്നും വെളിച്ചെണ്ണ മീതെ ഒഴിച്ച് പതുക്കെ മറച്ചിടുക. ചട്ടകം കൊണ്ട് ഓരോന്നും മറച്ചിടുക. ഒന്നുകൂടെ മൊരിയണം. നല്ലോണം മൊരിഞ്ഞതിന് ശേഷം ഒരു ബ്രൗൺ കളറാവട്ടെ. ഗോൾഡ് നിറമായതിന് ശേഷം ഓരോന്നും എടുത്ത് ഇതിലേക്ക് ഇടണം. വെച്ചതിന് ശേഷം രണ്ടാമത് ബാക്കിയുള്ളതും കൂടി ഇതിൽ വടയൊക്കെ തയ്യാറാക്കി ഈ ഒരു ബൗളിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമ്പാർ തയ്യാറാക്കാനാണ് പോകുന്നത്. നമ്മൾ ഒരു ഗ്ലാസ് പരിപ്പെടുത്ത് കുക്കറിൽ വേവിക്കാൻ വെക്കണം. നമുക്ക് പരിപ്പ് എടുക്കാം. പരിപ്പ് ഇതിൻ്റെ 3/4 ഗ്ലാസ് പരിപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പരിപ്പ് ഇതിലിട്ട് നല്ലതിന് കഴുകിയതിന് ശേഷം ഇതിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. നല്ലതുപോലെ വേവിക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ അടുപ്പിൽ വയ്ക്കുക. ഇത് നല്ലതുപോലെ വിസിലടിച്ച് 3 മിനിറ്റ് സ്ലോ വയ്ക്കണം. 5 മിനിറ്റ് സ്ലോ വെച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. കുക്കർ അടിക്കാൻ വെക്കണ ആ സമയത്ത് കുക്കർ അടിക്കുന്ന സമയം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ എടുക്കാം. ഒരു 4 മുരിങ്ങക്കായ നല്ലതുപോലെ കഴുകി വെച്ചതാണിത് ഞാൻ. അത് 4 മുരിങ്ങക്കായ, 5 വെണ്ടക്കായ അരിഞ്ഞത്, ഒരു നേന്ത്രക്കായയുടെ തൊണ്ട് കളഞ്ഞിട്ട് വേണം വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിലിടണം. അല്ലെങ്കിൽ ഇതിൻ്റെ കറ പുറത്ത് വരും. അതുകൊണ്ട് അതും കൂടെ അതിൽ ചേർത്ത് വെക്കണം. അതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇതിലിട്ടതിന് ശേഷം ഇത് അടച്ച് വേവിക്കണം. നല്ലതുപോലെ വേവണം. സവോള ഒരെണ്ണം തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം സവോള
നീളത്തിൽ അരിഞ്ഞെടുക്കുക. സവോള നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതിന് ശേഷം 2 തക്കാളി ഇതിൽ ചേർക്കേണ്ടത്. 2 തക്കാളിയാണ്. തക്കാളിയും ഇതുപോലെ കനം കുറച്ച് രണ്ടാക്കിയിട്ട് ഇതിൽ അരിഞ്ഞ് ചേർക്കണം. തക്കാളി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം പുളി, ഈ കോൽപ്പുളി ഇത്ര ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കണം. അത് വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്തി വയ്ക്കുക. 1/4 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ കുതിർത്തി വയ്ക്കുക. അതിനുശേഷം ഈ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർക്കാം. പുളിയുടെ വെള്ളവും ഇതിൽ ഒഴിക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം സ്ലോ ആയിട്ട് ഇട്ടിട്ട് നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊന്ന് നല്ലതുപോലെ ചൂടാക്കും. രണ്ട് സ്പൂൺ മുളക് പൊടിയും അതിൽ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. LG കായംപൊടി ഒരു ചെറിയ സ്പൂൺ LG കായംപൊടി ഇതിൽ കൂടെ ചേർക്കേണ്ടി വരും. പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ചേർക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഇളക്കിയതിന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കൂട്ടെടുത്ത് ചേർക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇപ്പം നല്ലതുപോലെ വേവണം, അല്ലെങ്കിൽ സാമ്പാറിന് രസം ഉണ്ടാവില്ല. ഈ പരിപ്പ് ആക്കുക. ഇതിൽ ചേർക്കുക. അതിന് ശേഷം അത്യാവശ്യം വെള്ളം പോരങ്ങ് വെള്ളം ഇതിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവണം. നല്ലതുപോലെ ചൂടായതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് ചേർക്കുക. കടുക് 1 സ്പൂണോളം കടുക് ചേർക്കണം. ഇട്ട് പൊട്ടിയതിന് ശേഷം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ വേപ്പില 4 തണ്ട് വേപ്പില എടുത്ത് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കുക.
വടയുടെ മീതെ നമ്മൾ സാമ്പാർ ചേർത്ത് കുറച്ച് നേരം കുതിരാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് ടേസ്റ്റ് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. വെച്ച് നോക്ക്. നല്ല രസം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കും ചെയ്യുക. പിന്നീട് വേറെ വീഡിയോ വരുന്നത് വരെ പിന്നെ നമുക്ക് കാണാം. താങ്ക് യു.